നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്താ? നാളത്തെ ദിവസം എന്താ? നാളെ മൺഡേ ആണ്. അല്ല, ആലോചിച്ചോ എന്താ പ്രത്യേകത? എനിക്കറിയില്ല. ആലോചിക്കുമ്മ. എനിക്കറിയില്ല, ഈ കളിക്കാതെ പറ എന്താ. ഹിന്ദി തരട്ടെ? എനിക്കൊരു ഹിന്ദും വേണ്ട. ഹിന്ദി തരാം. ആ ഹിന്ദി പറ. ഹിന്ദി തന്നു. നെഞ്ചത്തിടിക്കാനോ? അല്ല, ആലോചിച്ചോക്ക്. പിന്നെ നെഞ്ചത്തിടിക്കണ എന്താ? എന്താ നന്ദ നാളത്തെ ദിവസത്തെ പ്രത്യേകത? ആരുടെ ബർത്ത്ഡേ? നന്ദേരിയാണോ? അക്കുവിന്റെ ബർത്ത്ഡേ ആണോ? ഞാൻ മറന്നു. ഫെബ്രുവരി 23 ബർത്ത്ഡേ അല്ലടാ കൊച്ചു കള്ള. ഓർമ്മിപ്പിച്ചത് നന്നായി. നമുക്ക് കേക്ക് വാങ്ങിക്കണ്ടേ? പിന്നെ കേക്കാണോ? കേക്ക് മുറിക്കണോ? എന്താ അക്കുവിന്റെ ബർത്ത്ഡേക്ക്? ടാബ് നശിപ്പിച്ചോണ്ട് ഒന്നുമില്ല രണ്ടാക്കും. മൺഡേ തിങ്കളാഴ്ച. ബെഡാണോ? എന്താ ബെഡോ? ആരെ ബർത്ത്ഡേ? എന്റെ 2-3 ഈസായിട്ട് പറഞ്ഞ നടക്കുക ബർത്ത്ഡേ ഉളുപ്പാണാ. ഒരു പെന്ന് വേണം, ഓന് കുട്ടികൾക്ക് കൊടുക്കാൻ പെന്ന് വേണം. കൊറേ കണ്ടീഷനാണ്. അടിക്കണ് അടിച്ചിട്ട് ചോദിക്കണ്. സ്നേഹിച്ചോട്ടെ, സ്നേഹിക്കോട്ടെ, സ്നേഹിക്ക്. എനിക്കിതാ ഒന്ന് സ്നേഹിക്ക്, സ്നേഹിക്ക്. ഇതാണ് സ്നേഹം. കവറോടിക്കല്ല, കയ്യോണ്ടാ. ബർത്ത്ഡേ പോയോ? പുതിയ സൈക്കിൾ മേടിച്ചേ. കുറച്ചിട്ട് ഞാൻ പോയിക്കോ. എന്താ പറഞ്ഞു? നിങ്ങളിത് കേൾക്കണം. നന്നാക്കി തരാം പോലെ. കെട്ടിപ്പിടി. എത്ര നേരം പറയാൻ തുടങ്ങിയിട്ട്? 100 വട്ടായി. ഇവിടെ വന്നപ്പോ തൊട്ട് തന്നെയാ കേട്ടോ. എന്തിന്? മതി. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. പോരെ? എല്ലാരും കേട്ടല്ലോ. നാളെ അക്കുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 24 ഉണ്ടല്ലോ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബർത്ത്ഡേ ബോയ്, ബർത്ത്ഡേ ബോയ്, ബർത്ത്ഡേ ബോയ്. അക്കുവിന്റെ ബർത്ത്ഡേക്കുള്ള എന്ത് വാങ്ങിക്കാനാ എന്താ പോണേ? അക്കുവിന് ഫ്രണ്ട്സിന് മിഠായി അല്ല, പകരം എന്തെങ്കിലും പെന്നോ അങ്ങനെയാ വാങ്ങിച്ചു കൊടുക്കണ്ട. അപ്പൊ പെന്ന് വാങ്ങിക്കാൻ പോവാ അല്ലേ? പിന്നെ കേക്ക് ഒന്ന് വാങ്ങിക്കണം നാളെ. കേക്ക് ഞങ്ങൾ നാളെ വാങ്ങിക്കൂട്ടെ. ഷട്ടപ്പ് പറഞ്ഞ നീ അധിക പ്രസംഗം വേണ്ട. നടക്കമുട്ട് ഓവറാക്കണ്ട, നടക്ക്. അപ്പൊ അക്കുവിന് ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള പെന്ന് വാങ്ങിക്കാൻ വന്നാലേ. അതിൻ്റെ ഇടയിൽ കൂടെ നന്ദക്കുട്ടിക്ക് കളർ ചെയ്യണം. നന്ദേൻ്റെ ബുക്ക് നോക്കട്ടെ. കളർ ചെയ്യുന്ന ബുക്ക് വാങ്ങിയത് നന്ദക്കുട്ടിക്ക് വലിയ കളറേ പറ്റുള്ളൂ. ഞാൻ മെല്ലെ ലോക്കൽ കളറിൽ ഒപ്പിച്ച്. ഈ കളർ ഉണ്ടായിരുന്നു, അപ്പം അതിന് അടപ്പില്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പോവല്ലേ? ഇത് പോരെ? ഇപ്പം ഈ പെയിന്റ് പോരെ? അതൊന്നും ഒന്നുമല്ല. പോവാ, അത് കളറിന്റെ ഒരു വേറെ ഏതോ ഒരു പെയിന്റ് കളറാണ്. പോവല്ലേ? നമുക്കിതാ തൽക്കാലം ഇത് മതി കേട്ടാ. എന്നാ വാ, നടക്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ എങ്ങനത്തെ ഉദ്ദേശിച്ചേ? അതേതാ വലിയ കളറ്? ഏതാ ആഗ്രഹം? ഏതാ?
ഇത് പിഗ് ബോയ്ക്കാ. ഇത് കുഞ്ഞിക്കുട്ടിയല്ലേ നീയേ, അതുകൊണ്ടല്ലേ കുഞ്ഞിക്കുട്ടിക്കുള്ള വാങ്ങിച്ചു തന്നെ. അതൊക്കെ കുട്ടികൾക്ക് പറ്റൂല. അതൊക്കെ ഉണ്ട്. അത് കുട്ടികൾക്ക് എഴുതിയിരിക്കുന്നത്, ഒൺലി ഫോർ കുട്ടികൾ എന്നാ എഴുതിയിരിക്കുന്നത്. കണ്ടോ അതെത്ര? എന്താ അങ്ങനത്തെ മതിയോ? അത് ഇഷ്ടപ്പെട്ടോ? അത് ഓക്കെയാണ്, അത് വലിയ കുട്ടികൾക്കുള്ളതാ. അത് മതി അല്ലേ? എന്നാ അത് രണ്ടും കൊടുത്തോ. അപ്പൊ അത് വേണ്ട, ഇത് എടുത്തു അല്ലേ? മറ്റേത് അവിടെ ഇട്ടു അല്ലേ? വേഗം പോയമ്മ. എന്തിനാ പൊന്നു? കളർ അടിക്കാനാണോ? അത് ചോദിക്കാനാ? അങ്ങനത്തെ ഒന്ന് ആയുനും കൂടി എടുത്തോ, അല്ലെങ്കിൽ ഇനി അവിടെ പ്രക്ഷോഭം ഉണ്ടാവും. ഇനി വലുതൊന്നും കാണിക്കല്ലേ എൻ്റെ അക്കോ. അതെത്രയാ? അതേ കളറിന് ഒന്ന് ആയുവിനെടുത്തോ. ഇനി വണ്ടി വിട്ടോ. അക്കുവിന്റെ പെണ്ണ് തെരഞ്ഞ് അക്കു ഒരു കെട്ട് പെണ്ണെടുക്കും. എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് പറയും ഇത് വേണ്ട അത് മതി എന്ന് പറയും. പിന്നെ അടുത്തത് തിരയും ഞങ്ങള്. എന്നാ ഈ ഡ്രോയിങ് ബുക്ക് അല്ല നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞേ, ഇത് അവിടെ തന്നെ കൊണ്ടേക്ക്. ബുക്ക് ഇതിലുണ്ട്. ആയുവിന് കളർ അടിക്കുന്ന ഇഷ്ടം പോലെ ബുക്ക് ഉണ്ട്. ഉമ്മി സമ്മതിക്കില്ലേ? ഉമ്മി സമ്മതിക്കില്ല. എന്നാ ആയുവിന് ബുക്ക് എടുക്കാം. നടക്ക്. ഇവിടെ എന്തും രണ്ടെണ്ണം വേണം ഞങ്ങൾക്ക്. ഈ ബുക്കിൻ്റെ ഒന്നുകൂടെ എടുത്തോ. അങ്ങനെ ഒരു കടയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അപ്പൂന് അടുത്ത കടയിലും കൂടി കയറണം. എന്തിനാ മിസ്സായി നോക്കാം. എന്താണ് നീ അതൊക്കെ അവിടെ വെച്ച് എല്ലാം ഉണ്ട്. അതിപ്പോ ഊരല്ല, വെള്ളം ഒഴിച്ചിട്ട് ആക്കാനുള്ളതാ. വെള്ളം ഒഴിച്ചിട്ട് കോക്കും ആക്കിയ പോലെ ആക്കാനുള്ളതാ. നന്ദകുട്ടി ഒന്നിങ്ങോട്ട് നോക്ക്. പിന്നെ കാണാം കേട്ടോ. അതിനൊരു ടാറ്റ കൊടുക്കും. ടാറ്റ പറഞ്ഞു ബൈ. ബൈ. ആ കാർ എടുത്തിട്ട് പോവാന്ന്. ആന്റിക്ക് വേണോ ചോദിച്ചപ്പോ തരുവോ? തരാ പറയൂ. താങ്ക് യു. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അവിടെ തന്നെ വെച്ചോ, വേണ്ട തൽക്കാലം. രണ്ട് ബനാന ഉണ്ടോ? ഒന്ന് അക്കുനും ഒന്ന് നന്ദയ്ക്കും. എടാ കള്ളന്മാർ ഇങ്ങനത്തെ പെട്ടിയിൽ വെച്ചാൽ എടുത്തുകൊണ്ട് പോവാ. തൽക്കാലം ഇന്റെ ഗോൾഡ് ഞാൻ സൂക്ഷിച്ചോളാം. ഈ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്തിന്? അതിന്റെ ആവശ്യം എന്താ? നന്ദയ്ക്ക് ബാക്കിലിട്ട് ചെറുകിലായിട്ട് വേണോ? നന്ദയ്ക്ക് പറക്കണോ? അപ്പൊ ഓരോന്ന് കാണിക്കുകയാണ് കേട്ടോ. നിന്റെ കുട്ടി മാലാഖിയാവണ്ട. അക്കു കാണാത്തത് കാണിച്ചു കൊടുക്കുള്ളൂ. എന്നിട്ട് ഓൾ അതിനെ ചോദിക്കും. അത് വാങ്ങിച്ചോ? ഞാൻ പൈസ കൊടുക്കൂല കേട്ടോ. അതെന്തിനാണെന്താ? എന്തിനാ അക്കു എടുത്ത് തന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? നന്ദൊരു കിങ് ആവട്ടെ. ഒരു കിങ് ആയ പിന്നെ പൈസ. സൂപ്പർ, ഇതാ സൂപ്പർ. വേറെ കുഴപ്പമുണ്ട്, രണ്ടിനും ഒരേ അറിയാലോ. ആണോ? അടുത്തത് എടുക്കുകയാണ് ടക്കു. കണ്ടുപിടിക്കോ? ഇതിട്ട് കുളിക്കേ? ഇത് കുളിക്കാനുള്ള സാധനം. ഇങ്ങനെയാണോ കുളിക്കുക? ഈ അങ്ങോട്ട് കുളിച്ചാൽ മതി. കേട്ടോ അവിടെ വെക്കി. ആവശ്യമില്ലാത്ത സാധനമൊക്കെ അവിടെ വെക്കി.
അതും തലയിലിട്ട് പോകുമ്പോ അക്കുവിന് ഒരു പിടിക്കും. പോവാം. എനിക്ക് വേണോ കുറച്ച്? ഇയമ്മയ്ക്ക് വേണോ? ഇയമ്മയ്ക്ക് വേണോ? മിഷൻ പേ ആ നമുക്ക് ആവശ്യമുള്ള സാധനമാണത്. അക്കു പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അക്കുന് കുറേ സാധനങ്ങൾ വേണം. ആ ചെവി അടിച്ചു പോകട്ടോ. ആയും നന്ദിയൊക്കെ ഇന്നലെ തെറ്റിപ്പോയതാട്ടോ. ഇവിടുന്ന് ഒരടി ഉണ്ടായി, അബയായിട്ട് അടി ഉണ്ടായി, കരച്ചിലായി പോയ ആൾക്കാരാട്ടോ. പിന്നെ ഇന്ന് വരാഞ്ഞ ഇങ്ങോട്ട്? എന്താ വരാഞ്ഞ? ഞാൻ ദേഷ്യപ്പെട്ടില്ല, പക്ഷെ ഞാൻ ഒരു നോട്ടം നോക്കി, അപ്പൊ ഓടിയതാണ് ഇവിടുന്ന്. 2 ബുക്ക് ഉണ്ടായിരുന്നു. 3 ബുക്ക്. അതെ, കളർ അവിടെ ഇവിടെ ഒന്നും വരച്ചു വെക്കരുത് കേട്ടോ. എന്റെ ഉമ്മ ഇന്നെ ഓടിക്കും. ഓക്കെ? ആ ഒന്നും എനിക്കറിയില്ല സ്റ്റിക്കർ ഉണ്ടോ ഇല്ലേ. എന്താ നിന്റേത് ഇവിടെ ഉണ്ട്. നിന്റെ സോറി, നിന്റെ കളർ ഇവിടെ ഉണ്ട്. എന്നാ നിന്റെ കളർ പിങ്ക്. നിനക്ക് പിങ്ക് അല്ലേ വേണ്ടേ? ഇങ്ങനെ പൊട്ടിക്ക. ഇത് ചുയിങ്ക. അങ്ങനെയല്ല, ഇത് ഇങ്ങനെ പ്രസ് ചെയ്യാം, എന്നിട്ട് ഇത് വലിക്കുക, എന്നിട്ട് വലിക്കി. ഒരു കഷ്ണം ഒരു ദിവസം തിന്നാവൂ കേട്ടോ. ഇനി എടുത്തു വെക്കണം. ആയു, ഇനി ബാക്കി എടുത്തു വെക്കണം. ഇനി നാളെ തിന്നാവൂ കേട്ടോ. ഇങ്ങനെ തുറക്കാൻ പറ്റുമോ? പണ്ട് ഞങ്ങള് ബബിൾക്കം വാങ്ങിക്കുമ്പോൾ വേണ്ട ഞാൻ ഒട്ടിച്ചു കൊടുത്തോളാം. പണ്ട് ഞങ്ങള് കൊറേ ഒട്ടിച്ചതാണത്, അറിയോ? അവിടെ ഞാൻ വെച്ചുതരാം. നിന്റെ നാട്ടിലുണ്ടായിരുന്നോ? ഇവിടെ ഒട്ടിച്ചേരട്ടെ. എന്താ ഇവിടെ ഒട്ടിക്കട്ടോ? ഇനി വെള്ളാക്കണോ? എനിക്ക് ഞാൻ വെച്ചുതരാം. ഞാൻ വെള്ളാക്കി തരാം. വെള്ളാക്കണം അല്ലേ? വെള്ളാക്കി കുറച്ചു നേരം അവിടെ നിൽക്കുക കേട്ടോ. ഇനി ആയുവിൻ്റെ അവിടെ കൊണ്ട് ഇയമ്മേനെ ഓടിക്കും എല്ലാവരും. കുട്ടികൾക്ക് ടാറ്റു ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നിനക്ക് ഇവിടെയാ? കേട്ടോ. അയില വെയിറ്റ് ചെയ്യേ, പറിക്കാറായില്ല. വെള്ളാക്കി തന്നെയാ പറിക്കണ്ടേ? അവിടെ വെയിറ്റ് ചെയ്യട്ടോ. അന്നേരം ഊരാറായ നോക്കട്ടെ. നോട്ടെ. കിട്ടിയില്ലേ? ഞാൻ ഓനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി മിഠായി വാങ്ങിച്ചു കൊടുത്താ. അക്കുന്റെ കൊളായി. ഒരു മിനിറ്റ് കേട്ടോ. വാവ്, നന്ദേന്റെ സൂപ്പറായി. അവിടെ നിന്റെ നോക്കട്ടെ. ഞാൻ പറിച്ചുതരാം. സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അയ്യോ, ആയുവിന്റെ പകുതി പോയി. ഞാൻ പറിച്ചുതരാന്ന് പറഞ്ഞല്ലേ. കൈ നീട്ടി കണ്ണടക്കി അറിയുമ്പോ ഇങ്ങനെയാണോ കാണിക്ക? കൈ നീട്ടി കണ്ണടക്ക അല്ലേ? അപ്പൊ ഒരു കയ്യില് ഫോൺ പിടിക്കണോണ്ട് ഒരു കയ്യെ നീണ്ടാൻ പറ്റുള്ളൂ.
പാച്ച വെച്ചണ്ട ഇവരെ കോഴി പാച്ച ഇവരെ മണി മണി ഒരു സ്ഥലത്ത് പൈസ മറ്റേ സ്ഥലത്ത് മണി. ഇത് ഈ പൈസ മണി ആര് തരും? ഇതൊക്കെ ഇതൊക്കെ മണി. ഇത് മറ്റേ വേറെ ഒരു 500 റിയാലിന്റെ പാച്ച. 500 റിയാൽ വെക്കേണ്ട തട്ടുണ്ട്, പിന്നെ 1000 റിയാൽ വെക്കേണ്ട തട്ടുണ്ടോ? അത് നാഴുമ്പോ ഒന്ന് ഇതിൽ വെച്ച നിറയുമ്പോ അതിൽ വെക്കാം. ഇതൊക്കെ നിറയാനുള്ള പൈസ ആര് തരും? അതൊക്കെ നമുക്ക് ദൂരത്തേക്ക് പോകുമ്പോ കിട്ടും, അല്ലാതെ വേറെ ആരും തരൂല അല്ലേ? ഞാൻ തന്നെ ഡ്യൂട്ടിക്ക് പോയി പൈസ ഉണ്ടാക്കി എന്റെ പേഴ്സിൽ വെക്കണം അല്ലേ? താങ്ക് യു. എടുത്തു വെക്ക പൊന്നു. അമ്മ ബാഗിൽ വെക്കാട്ടോ. അമ്മ എന്താ ചെയ്യണ്ടോ? പൊത്തു പോകുമ്പോഴേക്ക് ഈ പച്ചത്ത് വെക്കണം. ഈ ബാഗ് കയ്യിൽ പിടിക്കണം. അതുണ്ടായോ? ഇത് തന്നെ പാറ്റിക്കുമ്പോ ഓമിക്കണം. തൊന്ന് ഇക്ക തൊന്ന് പാടി കൊക്ക തന്നെയാണ്. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അല്ല, ഈ കോൾ പാറ്റി കൊക്ക. അപ്പൊ പൈസ തീർന്നു പോവില്ലേ? അപ്പൊ ഇപ്പം ഡ്യൂട്ടിക്ക് പോയിട്ട് പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി പൈസ ഉണ്ടാക്കും വരുമ്പോ. അല്ല, പിന്നെ ഓങ്ങിട്ട് ഒന്നും കൂടി ഓങ്ങിട്ട് ഡ്യൂട്ടിക്ക് പോവാം. അപ്പൊ ഞാൻ പണിക്ക് പോവാതെക്കാൻ പറ്റൂല. അപ്പൊ അമ്മ കരയൊക്കെ പോയപ്പോ തിന്നിട്ട് വരാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ അല്ല എന്നോട് ഡ്യൂട്ടിക്ക് പോണ്ടാറിഞ്ഞ കരയില് അല്ലേ? കഴിവില്ലല്ലോ, പണ്ടാണോ? ഓ, അതൊക്കെ പണ്ട് കുഞ്ഞു കുട്ടിയാവുമ്പോ ഒന്നും അറിയാത്തപ്പല്ലേ. ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയ പൈസ കിട്ടും അറിയാലേ, അപ്പൊ പൊയ്ക്കോന്ന് പറയൂല്ലേ? അതുണ്ടായോ? അതൊക്കെ അമ്മ പറ്റിക്കുമ്പോ എന്റെയാണ് എന്നെ കുഞ്ഞു കുറ്റിയമ്മ പറ്റിച്ചൂരാ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ പൈസ കിട്ടും അറിയണോണ്ട് ഡ്യൂട്ടിക്ക് പൊയ്ക്കോന്ന് പറയൂല്ലേ? അതോട് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയാലേ പൈസ കിട്ടും പറയാം. അതുകൊണ്ട് ഇപ്പൊ പോകുമ്പോ കരയില്ല. അപ്പോൾ കള്ളച്ചിരിയില്ലല്ലോ. കള്ളച്ചിരി ഇല്ല. എന്നാ ശരി, പേഴ്സ് കൊണ്ട, ഡ്യൂട്ടിക്ക് പോയി പൈസ നിറയ്ക്കട്ടെ.